ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഹീറോ അവരുടെ എക്സ്പൾസ് 204 ഒരു റാലി എഡിഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ വണ്ടിനേക്കാളും ഏകദേശം 16,000 രൂപയോളം ഇതിൽ കൂടുതൽ കൊടുക്കണം. ഇതിൽ എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് വന്നേക്കുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1,52,100 രൂപയാണ് ഡൽഹി എക്സ് ഷോറൂം പ്രൈസ്. അതായത് നമ്മുടെ നോർമൽ എക്സ്പൾസിനേക്കാളും ഏകദേശം 16,000 രൂപയോളം കൂടുതൽ കൊടുക്കണം ഈ ഒരു വണ്ടിക്ക്. ആദ്യമേ തന്നെ വില എന്തിനാണ് പറയുന്നത് നോക്കുകയാണെങ്കിൽ, ഇതേപോലെ തന്നെ ഒരുപാട് കമ്പനികൾ അവരുടെ മോഡലുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യൽ എഡിഷൻ എന്നും ആനിവേഴ്സറി എഡിഷൻ എന്ന് പറഞ്ഞ കളറും ഗ്രാഫിക്സും മാറ്റി വെറുതെ കൊടുക്കാറുണ്ട്. അതിന് നമ്മുടെ നിന്ന് ഒരുപാട് കാശ് വാങ്ങിക്കാറുണ്ട്. എന്നാൽ ഇവിടെ 16,000 രൂപ കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് ഹീറോ എന്തൊക്കെയാണ് നൽകുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വണ്ടിയുടെ കോസ്മെറ്റിക്കുള്ള അപ്ഡേറ്റ് നോക്കാം. വണ്ടിയുടെ കളർ എന്ന് പറയുന്നത് ഒരു പുതിയ കളറാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതായത് നമ്മുടെ ഹീറോയുടെ ഡെക്കാർ റാലിയിൽ ഉപയോഗിക്കുന്ന അവിടെ റാലി 450 എന്ന് പറയുന്ന ഒരു ഡെക്കാർ ബൈക്കുണ്ട്. ആ ബൈക്കിൻ്റെ അതേ തീമിലാണ് ഈ ബൈക്കിലും ഗ്രാഫിക്സ് വന്നേക്കുന്നത്. ഒരു വെള്ള കളറിൽ റെഡ് കളറിലെ ഗ്രാഫിക്സ് കൊണ്ടുണ്ട്. ഹീറോ എന്നൊക്കെ പറഞ്ഞ് വലുതാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ കറക്റ്റ് ആ ഒരു ഡെക്കാർ റാലിയിലെ വണ്ടിയിലെ പോലെ തന്നെയാണ് ഇപ്പോൾ പുതിയ ഹീറോ എക്സ്പൾസ് റാലിയിലും വന്നേക്കുന്നത്. അതേപോലെ തന്നെ വണ്ടിയിൽ നമ്മുടെ CS സന്തോഷ് എന്ന് പറയുന്ന ഒരാളുടെ സിഗ്നേച്ചറുണ്ട്. ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഹീറോയുടെ റാലി റൈഡറാണ്. ഇന്ത്യയിൽ തന്നെ ഒരു മികച്ച മോട്ടോർ ക്രോസ് റൈഡറാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയ ഒരാളാണ്. ഹീറോയുടെ ഡെക്കാർ റാലിയിലെ വണ്ടിയൊക്കെ ഓടിക്കുന്നത് ഈ ഒരു പുള്ളിയാണ്. പുള്ളിക്കാരൻ്റെ സൈൻ വണ്ടിയുടെ ടാങ്കിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. എക്സ്പൾസ് എന്ന് പറയുന്ന വാഹനം തന്നെ ഓൾറെഡി നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് വണ്ടിയാണ്. ഇപ്പോൾ ഈ ഒരു റാലി എഡിഷൻ വന്നപ്പം അതിൻ്റെ ഓഫ് റോഡബിലിറ്റി പിന്നെയും കൂടി വണ്ടി വേറൊരു ലെവലായിരിക്കണം. ഇപ്പം ഏറ്റവും എടുത്തുകൊണ്ട കാര്യം വണ്ടിയുടെ സസ്പെൻഷനാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ സസ്പെൻഷൻ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. 250 mm ട്രാവലുള്ള സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. റിയറിലെ സസ്പെൻഷനും ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. 10 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഇപ്പോൾ റിയറിൽ വന്നേക്കുന്നത്. അത് 220 mm ട്രാവലുള്ളതാണ്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് 825 mm ആയിരുന്നു. ഇപ്പോൾ അത് 885 mm ആയി. സീറ്റ് ഹൈറ്റ് കൂടിയത് കൊണ്ട് തന്നെ വണ്ടിയുടെ ഹാൻഡിൽ ബാർ ഇത്രയൂടെ റൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് പിന്നെയും കൂട്ടിയിട്ടുണ്ട്. നേരത്തെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നു. ഇപ്പം അതിനേക്കാളും കൂടി ഏതാണ്ട് 50 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് പിന്നെയും കൂട്ടിയിട്ടുണ്ട്. വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് ലിവറിൻ്റെ നീളം കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ റിയർ ബ്രേക്ക് ലിവറിൻ്റെ നീളം കൂട്ടിയിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയതുകൊണ്ട് തന്നെ വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡിൻ്റെ നീളവും അവർ കൂട്ടിയിട്ടുണ്ട്. വണ്ടിക്ക് ഏകദേശം 2 കിലോഗ്രാമോളം വെയിറ്റും ഇപ്പോൾ കൂടിയിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്നത് 21 ഇഞ്ചിൻ്റെ വീലുകളാണ്. റിയറിൽ വരുന്നത് 18 ഇഞ്ചിൻ്റെയാണ്. വണ്ടിയുടെ ടയറും വീലും പോലത്തെ കാര്യങ്ങളൊന്നും മാറ്റമൊന്നുമില്ല. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനും യാതൊരുവിധ മാറ്റമില്ല. ആ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയൊക്കെയുള്ള ആ ഒരു ടേൺ ബൈ ടേൺ നാവിഗേഷനൊക്കെ ഉള്ള ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഈ ഒരു വണ്ടിയിലും കാണും. അതേപോലെ തന്നെ വണ്ടിയുടെ ഹെഡ് ലാമ്പിനോ LED ലൈറ്റുകൾക്കോ അതൊന്നും ഒരു മാറ്റമില്ല. അതൊക്കെ സെയിം തന്നെയാണ്. പിന്നെ വണ്ടിയുടെ എഞ്ചിനിലൊന്നും യാതൊരുവിധ മാറ്റമില്ല. നമ്മൾ ആ ഒരു എക്സ്പൾസ് 204 കണ്ട ആ ഒരു സെയിം എഞ്ചിൻ തന്നെയും വന്നേക്കുന്നത്. ആ ഒരു 200cc സിംഗിൾ സിലിണ്ടർ എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിൻ. മാക്സിമം പവർ എന്ന് പറയുന്നത് 18.9 HP ആണ്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 17.35 Nm. അതിലൊന്നും യാതൊരുവിധ മാറ്റമില്ല. പവർ ഫിഗേഴ്സൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു വണ്ടി ലിമിറ്റഡ് നമ്പേഴ്സ് ആയിരിക്കും. കുറച്ച് നാളത്തേക്ക് ഈ ഒരു വണ്ടി കാണത്തുള്ളൂ. എത്ര എണ്ണം ഉണ്ടാകുമെന്നൊന്നും ഹീറോ പറഞ്ഞിട്ടില്ല. എങ്കിലും കുറച്ച് നാളത്തേക്ക് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ ഒരു എക്സ്പൾസ് മേടിക്കാനിരിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വണ്ടി മേടിക്കുന്നതായിരിക്കും ലാഭം എന്ന് പറയുന്നത്. കാരണം 16,000 രൂപ കൂടുതൽ കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഹീറോ തരുന്നുണ്ട്. അതായത് നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല ഈ ഒരു വണ്ടി വാങ്ങിക്കുന്നതുകൊണ്ട്. നിങ്ങൾക്കൊരു ഓഫ് റോഡ് പോകാനൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വണ്ടിയാണിത്. ഓൾറെഡി നമ്മുടെ ആ ഒരു എക്സ്പൾസ് 204 നല്ലൊരു പക്കാ ഓഫ് റോഡാണ്. അതിൽ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ വരാൻ നിർത്തുക അത് വേറൊരു ലെവൽ വണ്ടിയാകുന്നതായിരിക്കും. അപ്പം ഈ ഒരു വണ്ടി അത്യാവശ്യം ലാഭകരമായ വണ്ടി തന്നെയാണ്. ജൂലൈ 22 നമുക്ക് ഹീറോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ജൂലൈ 22 വണ്ടിയുടെ ബുക്കിംഗ് ആരംഭിക്കുന്നത്. പിന്നെ ഓൾറെഡി എക്സ്പൾസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഹീറോ അവരുടെ ഒരു റാലി കിറ്റും കൊടുക്കുന്നുണ്ട്. നേരത്തെ പോലെ ഉണ്ടായിരുന്നു. ആ റാലി കിറ്റ് ഇപ്പോഴും അവൈലബിൾ ആണ്. ഏകദേശം 46,000 രൂപയോടാണ് ആ റാലി കിറ്റിൻ്റെ വില എന്ന് പറയുന്നത്. ആ റാലി കിറ്റിലെ സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഇത്രയുടെ ഹാർഡ് കോർ ഓഫ് റോഡാണ്. നമ്മൾ ഈ കണ്ട റാലി എഡിഷനെക്കാളും ഇത്രയുടെ മാരകമാണ് അതിൻ്റെ ആ ഒരു റാലി കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.